നമസ്കാരം. ഇന്നലെ രാവിലെ ചാലക്കുടി ITIയുടെ മുന്നിൽ ഒരു അപകടം കണ്ടിരുന്നു. ആ അപകടം കണ്ട ആ കാര്യത്തെപ്പറ്റി അപ്പോൾ മനസ്സിലേക്ക് വന്ന 2-3 ചിന്തകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപകടം ഉണ്ടായ ഉടൻ തന്നെ അവിടെ 2-3 ആളുകൾ ബൈക്കിൽ വന്ന് വരികയും പിന്നാലെ വരുന്ന ആളുകൾ നിർത്തുകയും പെട്ടെന്ന് അതിന്റെ പിന്നാലെ ഒരു കാർ വരികയും അവ ഇറങ്ങിയ ആളുകൾ തന്നെ കൈ കാണിച്ച് ആ കാറിന് നിർത്തുകയും കാർ ഡ്രൈവർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റുകയും ഒന്നും പറയാതെ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് ചാലക്കുടി കൂടപ്പുഴ പരിസരത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിരപ്പള്ളി റൂട്ടിൽ നിന്നും ഞാൻ വരുന്നു. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി റോഡിലൂടെ റോഡിന്റെ സൈഡിലായിട്ട് ഒരാൾ വീണ് കിടക്കുന്നു. കുറെ ആളുകൾ റോഡിന്റെ സൈഡിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടി നിൽക്കുന്നുണ്ട്. ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. ഒരു ചേട്ടൻ റോഡിന്റെ സൈഡിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. വണ്ടികൾ സ്ലോ ആക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും തിരക്കാണല്ലോ, ആരും നിർത്തുന്നതായി കണ്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് റോഡിന്റെ നടുക്കിലേക്ക് കയറി നിന്നു. ആ സമയത്ത് ഫോറസ്റ്റ് ജീപ്പായിരുന്നു പെട്ടെന്ന് മുന്നിലേക്ക് വന്നത്. അവർ ചവിട്ടി പെട്ടെന്ന് തന്നെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഒരു വൈമനസ്യം കാണിച്ചെങ്കിലും പിന്നീട് അവർ പേഷ്യന്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട ആളെ കൊണ്ടുപോകാൻ തയ്യാറായി. അതുപോലെ തന്നെ മറ്റൊരിക്കല് അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലോട്ട് വരുന്ന വഴി തന്നെ രാത്രി ഒരു ദിവസം തുമ്പൂർമൊഴി ഭാഗത്ത് നിറച്ച് കാടുള്ള സ്ഥലമാണ്. അവിടെ കാടൊക്കെ കഴിഞ്ഞ് തുമ്പൂർമൊഴി ഡാം കഴിഞ്ഞുള്ള വളവില് ഒരാൾ റോഡിന്റെ നടുക്കായിട്ട് വീണ് കിടക്കാണ്. അപ്പൊ ഏകദേശം രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആനകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയ റോഡിന് നടുക്കാണ് കിടക്കുന്നത്, അദ്ദേഹത്തെ എങ്ങനെയും മാറ്റിക്കെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റെന്തെങ്കിലും അപകടം ഉണ്ടാവും. കാരണം വണ്ടികൾ രാത്രിയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച് വണ്ടി ഒന്ന് സൈഡാക്കി കഴിഞ്ഞപ്പോൾ ആ സെറ്റിൽമെന്റ് 2 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അവരിൽ ഒരാഴ്ചയായിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും, പോയതാ തോന്നണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിക്കെടുത്താന്ന് വിചാരിച്ച് അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ആംബുലൻസ് എത്തി. പിന്നെയാണ് അറിഞ്ഞത് ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വണ്ടിയിൽ നിന്ന് വീണപ്പോൾ ബോധരഹിതനായതായിരുന്നു. നമ്മളത് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും അപകടം അദ്ദേഹത്തിന് പറ്റിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വെച്ച് എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടും. കുറെ ആളുകൾ വീഡിയോ എടുക്കും, കുറെ ആളുകൾ ഫോട്ടോ എടുക്കും, കുറെ ആളുകൾ നോക്കി നിൽക്കും. ഈ ഇത്തരത്തിലുള്ള ആളുകളാവാതെ ആ കൂടി നിൽക്കുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരാൾ മുന്നിട്ടിറങ്ങി ഫോൺ വിളിച്ച് ആംബുലൻസ് എത്തിക്കണം. ഒരാൾ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവണം. അങ്ങനെ ആരെങ്കിലും ഒരാൾ, അത് നമ്മൾ തന്നെ ആവണം. മറ്റാരെങ്കിലും സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാതെ ആ ഒരാൾ നമ്മളായി കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇതുപോലെ വീണ് കിടക്കുന്ന അവസരമെങ്കിലും ആരെങ്കിലും ഒരാൾ ഇതുപോലെ നമ്മളെ സഹായിക്കാനും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ സഹായിക്കാൻ ഒരു മനസ്സ് മറ്റുള്ളവരെ നോക്കി നിൽക്കാതെ ആ സഹായിക്കുന്നതിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ലൊരു മാറ്റം ഈ രംഗത്ത് ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നോക്കി നിൽക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിന്ന് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.